ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ട്രൂ ഇന്റൻഷൻ ഇപ്പോൾ എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ ഒരു അവോയ്ഡ് ഒക്കെ ചെയ്ത് നിർത്തിയിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളുടെ കാര്യത്തിലുള്ള ട്രൂ ഇന്റൻഷൻ ഇപ്പോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗും ആണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന മൊമെന്റ്സ്, കാര്യങ്ങൾ അതെല്ലാം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ് എന്നുള്ള രീതിക്ക് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Four of Wands, Page of Wands, the Devil energy, Judgment, Nine of Cups, Four of Swords, Page of Cups, മൂന്ന് കാർഡ് കൂടെ വന്നിട്ടുണ്ട്. Three of Cups, Four of Cups, the Empress, the Moon energy, Three of Swords, Star energy, King of Swords, Four of Pentacles, the Sun, Ace of Cups, Five of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് Three of Wands ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളൊരു ബന്ധമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും വ്യക്തികള് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്തു പറയണം. കാരണം ഇവിടെ ജഡ്ജ്മെന്റ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലവരുടെ കേസിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തികളായിരിക്കും. പക്ഷെ മറ്റു ചിലവരുടെ കേസ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന അനുസരിച്ച് പറയുകയാണെങ്കിൽ സാഹചര്യം കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നവര്. തേർഡ് പാർട്ടി ആയിട്ട് പല സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും അവർ മാറി നിന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ പൂർണ്ണമായിട്ടും നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരുടെ ആ ഒരു സാഹചര്യം കൊണ്ടിട്ട്, അതാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു സ്വാർത്ഥ മനോഭാവമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. പൂർണ്ണമായിട്ടും ചീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ചിലവരുടെ കേസിലായിരിക്കും ആ ഒരു ചീറ്റിംഗ് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും, ഒരു ഫിയർ ഒക്കെ കയറി വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ബന്ധമാണിത്. അതാണ് ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ Three of Swords ആണെന്നുണ്ടെങ്കിലും Five of Cups ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അതുപോലെ ഇവിടെ Four of Cups വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. മാത്രവുമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവർ വളരെ പോസിറ്റീവായിട്ട്, വളരെ ഹോപ്പോട് കൂടി, പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പൊ നോക്കി കാണുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Four of Wands ആണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇന്റൻഷൻ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് കമ്മിറ്റ്മെന്റ് കാർഡാണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. അവർ ഏത് രീതിയിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. അതുപോലെ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ പോലും അതിപ്പോ ജെനുവിൻ ആയിട്ട് പോയവരാണെന്നുണ്ടെങ്കിലും ചീറ്റ് ചെയ്ത് പോയവരാണെന്നുണ്ടെങ്കിലും അവർ അതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
നിങ്ങളുടെ ഓർമ്മകൾ നിരന്തരമായിട്ട് അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഒരു ഫാമിലി ലൈഫ് ആയിട്ട് പോകുന്നവരും ആകാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനുള്ള സാധ്യതകളും ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ച് ഒന്നു ചേർന്നവരായിരിക്കും. പക്ഷെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവരൊരു ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെരുമാറിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ഒരു ഓൺ ആൻഡ് ഓഫ് പീരീഡ് ആണെന്നുണ്ടെങ്കിലും സെപ്പറേഷൻ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് മാറ്റുകയും വേണം. അതുപോലെ സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തെ മുന്നോട്ടേക്ക് എല്ലാ രീതിക്കും കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ ഒരു സക്സസ് ആയിട്ട് എത്തിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തകളാണ് നിങ്ങളുടെ വ്യക്തിയിൽ വന്നു തുടങ്ങിയിരിക്കുന്നത്. കാരണം അവരുടെ മനസ്സിൽ അവരിപ്പോൾ ഓരോ സമയവും നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ടാവാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഫോണിൽ കൂടെ മാത്രമല്ല, ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത വ്യക്തികളാണ്. സംസാരത്തിലൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്ത് അത്രയും ഭയങ്കര ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയൊക്കെ പോയവരാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നുണ്ടെങ്കിലും എല്ലാ ഫീലിങ്സും ആയിക്കൊള്ളട്ടെ, കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഷെയറിംഗ് മെന്റാലിറ്റി നിങ്ങളിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ബന്ധം നല്ല രീതിക്ക് പോകുന്നത് വരെ ആ ഒരു രീതിയിൽ രണ്ട് വ്യക്തികളും ഒരേപോലെ എഫേർട്ട് എടുത്ത ഒരു ബന്ധമാണ്. പക്ഷെ ഇപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു എഫേർട്ട് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുന്ന സ്റ്റേജ് ആണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും നൽകിയിട്ടുണ്ടാവില്ല. ഇപ്പോഴും നിങ്ങൾ അത് പ്രതീക്ഷിച്ച് തന്നെയായിരിക്കാം നിൽക്കുന്നത്. എന്നാൽ മനസ്സിൽ ഒരുപാട് വേദന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇവിടെ മിസ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും ഇവിടെ നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ ഫീലിങ്സിൽ നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ ഇതൊരു ഫാമിലി ലൈഫിലേക്ക് കൊണ്ടുപോവുക എന്നൊരു ഉദ്ദേശം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഓൾറെഡി വിവാഹം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിലൊക്കെ കടന്നു വരണം, ആ ഒരു സന്തോഷകരമായ രീതിയിലേക്ക് ലൈഫ് മാറണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്ക് കിങ് ഓഫ് സോർഡ്സ് ആണെന്നുണ്ടെങ്കിലും ഇവിടെയാണെങ്കിലും ക്യൂൻ ഓഫ് സോർഡ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ സത്യസന്ധത വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ നമുക്ക് വന്നു നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധമാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇവിടെ തേർഡ് സിറ്റുവേഷൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ. പക്ഷേ ഇപ്പൊ ഇവര് മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ തടസ്സങ്ങളായിട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഊർജ്ജസ്വലതയോട് കൂടി അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ഒരു സമയത്ത് കണ്ടെന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ മുന്നോട്ടേക്കുള്ള തടസ്സങ്ങളെ എല്ലാം സ്വയമേ തന്നെ എതിർത്ത് തോൽപ്പിക്കുക, അല്ലെങ്കിൽ അതിനെയെല്ലാം നിർജീവമാക്കിയിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകുക. അതിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കുക. കാരണം എല്ലാ രീതിക്കും നിങ്ങൾ നീതിക്ക് അർഹനാണ്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യമാണ്. ഇവരായിട്ടാണ് അത് നിങ്ങളിൽ നിന്ന് നിഷേധിച്ച് മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി ആ ഒരു ഹാപ്പിനെസ് സ്വയം എൻജോയ് ചെയ്യുന്നുണ്ട്. മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ ചിന്തകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹമാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് കടന്നു വരുന്നുണ്ട്. ഇവരൊരു നൊസ്റ്റാൾജി എനർജിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന മൊമെന്റ്സ്, നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് എല്ലാം, ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം വീണ്ടും റിമൈൻഡ് ചെയ്യുക. എന്ന് വെച്ചാൽ വീണ്ടും ഓർത്തെടുത്ത് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും ആ ഒരു കഴിഞ്ഞ കാര്യങ്ങളും അവരുടെ ഇപ്പോഴത്തെ ലൈഫും കൂടെ വെച്ച് അവർ ഒരു കമ്പാരിസൺ ആണ് നടത്തുന്നത്. അപ്പൊ അവർക്ക് ആ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് വേണം, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന സമയം, നിങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു നല്ല കാലഘട്ടമാണ്. ഇവരായിട്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ വീണ്ടും ഏറ്റെടുക്കണം. പഴയ പോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും കൊണ്ടുവരണം. പ്രസന്റിലേക്കും ആ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചറിലേക്കും ആ ഒരു ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നവരാണ്. പാസ്റ്റിൽ കിട്ടിയിരിക്കുന്ന സന്തോഷങ്ങളോടൊപ്പം അവർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ലെസൺസ് ലേൺ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുമുണ്ട്. കാരണം അവരായിട്ട് തന്നെ മാറിപ്പോകുന്നത് കൊണ്ടാണ് ഇപ്പൊ അവരുടെ ലൈഫിൽ അവർ കുറച്ചൊരു വിഷമങ്ങളിലൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർമ്മകൾ വന്നിരിക്കുന്നതും വീണ്ടും ആ ഒരു ഇന്റൻഷൻ എന്താണെന്നുള്ളത് എടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തണം എന്നുള്ള ചിന്തകളിൽ അവർ വന്നിരിക്കുന്നതും. കുറച്ചൊരു പാനിക് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഇവിടെ കാണിക്കുന്നത്. പാനിക് എന്ന് പറയുമ്പോൾ ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് ഇവരിൽ കാണുന്നുണ്ട്. അതുപോലെ ഇവർക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരുടെ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫിയർ ആണ്. എന്ന് വെച്ചാൽ അതാണ് ആ ഒരു പാനിക്കിന്റെ റീസൺ.
പൂർണ്ണമായിട്ടും നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. കാരണം ഇതുവരെ ഇവർ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും നൽകാതെ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്തൊക്കെ മാറ്റി നിർത്തിയ വ്യക്തികളാണെങ്കിൽ, ഭയങ്കരമായ ഒരു അവോയ്ഡിങ് നിങ്ങൾക്ക് തന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലവരിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ. പൂർണ്ണമായും ലോസ് ആയി പോയിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ അവരതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറ്റിയിട്ട് വീണ്ടും ഒന്ന് എല്ലാ രീതിക്കും അതിനെ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് വന്ന് നിൽക്കുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ഒരു രീതിയിലും സത്യസന്ധമായ രീതിയിലല്ല പെരുമാറിയിരിക്കുന്നത്. ആ ഒരു രീതിയിലൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് ഇവരെ ഭയങ്കരമായിട്ട് ഇപ്പൊ തളർത്തുന്നുണ്ട്. ഒരു സത്യസന്ധമായ രീതിയിൽ നിങ്ങളോട് പെരുമാറിയില്ലല്ലോ, അല്ലെങ്കിൽ അവർ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് അവരെ തന്നെ അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക. കഴിഞ്ഞു പോയ കാര്യങ്ങളും അവർ ചെയ്ത പ്രവൃത്തികളും. അപ്പൊ സിറ്റുവേഷൻ ബേസ് ചെയ്തൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒന്നും അവോയ്ഡ് ചെയ്ത് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവരുടെ കരിയർ ബേസ് ചെയ്തിട്ടോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതിന്റെ പേരിലൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് അവർക്ക് ആ ഒരു ഈ രീതിക്ക് അവർക്ക് ഒരു ബോധം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് വീക്ക് ആയിരിക്കാനുള്ള കാരണം. അപ്പൊ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ ഈ രീതിക്ക് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു തെറ്റിദ്ധാരണകൾ, മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന തെറ്റിദ്ധാരണകൾ, അതിനെയൊക്കെ ആ ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെയൊക്കെ റിലീസ് ചെയ്യുക. ആ ഒരു നെഗറ്റിവിറ്റി കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്ത് നിങ്ങളിലേക്ക് യഥാർത്ഥ സ്നേഹത്തെ സെർവ് ചെയ്യണം. ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം വേണം നിങ്ങൾക്ക് നൽകാനായിട്ട്. ആ ഒരു ക്ലാരിറ്റി ഇവർക്ക് തന്നെ ഇപ്പൊ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചൊരു ഹെൽപ്ലെസ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കുറച്ചൊന്ന് സ്റ്റക്ക് ആണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ കേസിലാണെങ്കിൽ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഫാമിലി വൈസ് ചെയ്തോ എന്തെങ്കിലുമൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തികളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരുടെ കേസിൽ അവർ കുറച്ചൊരു ഹെൽപ്ലെസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും നിങ്ങളെ വിട്ടുകളയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ നേടണം എന്നൊരു ചിന്തയാണ്. അവരുടെ ഇന്റൻഷനിൽ നിങ്ങളെ നേടുക, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് നൽകുക എന്നുള്ള രീതിക്ക് തന്നെയാണ്. പക്ഷെ കുറച്ചൊരു സ്ട്രഗിളിങ് അവരുടെ എനർജിയിൽ കാണിക്കുന്നുണ്ട്. എങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് ചിന്തിക്കുക. ഈ റിലേഷൻഷിപ്പിനെ പൂർണ്ണമായും വിട്ടിട്ട് പോവുക എന്നുള്ളതല്ല അവരുടെയും യഥാർത്ഥ ഉദ്ദേശമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെ നേടുക എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് ഹെൽപ്ലെസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എങ്കിലും മനസ്സുകൊണ്ട് ആ ഒരു ധൈര്യത്തെയൊക്കെ വീണ്ടെടുക്കുന്നുണ്ട്. ഹോപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങളെ നോക്കിക്കാണുന്നവരാണ്. അപ്പൊ അതുപോലെ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരു forgiveness-ഉമായിട്ട് എത്താനായിട്ടും ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. കാരണം ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഏറ്റുപറയാനുള്ള മനസ്സൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റുപറച്ചിലുകളിലൂടെ ബന്ധത്തിന്റെ നിലനിൽപ്പ് വീണ്ടെടുക്കുക, അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് തന്നെ ഒരു കുറ്റബോധം, ഒരു റിഗ്രറ്റ് ഫീൽ, അല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റ് ഫീൽ കൂടെ വരുന്നുണ്ട്. ഒരു ഷെയിം ഒക്കെ തോന്നുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ. സ്വന്തം സോളിനെ ഇവിടെ ഹീൽ ചെയ്യിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. സ്വന്തം മനസാക്ഷി അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്വന്തം ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നതിൽ കുറ്റബോധം തോന്നിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിലാണ് കുറച്ച് നിൽക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യിച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക. സത്യസന്ധമായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കുക. എല്ലാ രീതിയിലും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം, അതും വൈകാരികപരമായിട്ട് അവരുടെ ഹൃദയത്തിൽ ആ ഒരു യഥാർത്ഥ സ്നേഹത്തെ നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ആ ഒരു ഇംബാലൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം പൂർണ്ണമായും മാറ്റി ബാലൻസ് ചെയ്ത് അതിന്റെ ഒരു വളർച്ച വീണ്ടെടുക്കണം. ഇതൊരു ചാലഞ്ചിങ് ആയിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ റിസ്ക് എടുക്കാനായിട്ടുള്ള മനോഭാവത്തിലാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും എന്ത് വന്നാലും നേരിടും എന്നുള്ള രീതിക്ക് നിൽക്കുന്നവരാണ് കൂടുതലും. വളരെ കുറച്ച് പേരുടെ എനർജിയാണ് ഹെൽപ്ലെസ് ആയിട്ട് കാണിക്കുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ ഭൂരിഭാഗം എനർജിയും വന്നിരിക്കുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇതിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കിങ് ഓഫ് സോൾസ് ആണെന്നുണ്ടെങ്കിലും എന്ത് വന്നാലും നേരിടുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അത് എന്ന് പറയുന്നത് അവരുടെ ഒരു പവറിനെ തന്നെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ വീണ്ടെടുക്കണം, ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക. എന്ന് വെച്ചാൽ ഇവർ ഇതുവരെ ഇവരുടേതായ ഒരു കംഫർട്ട് സോണിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിപ്പോ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവരുടേതായ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകി അങ്ങനെയൊക്കെ പോയ വ്യക്തികളാണ്. എന്നാൽ ഇനി മുന്നോട്ടേക്ക് ആ ഒരു രീതി വേണ്ട എന്നുള്ള മെന്റാലിറ്റി ഒക്കെ ഇവർക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക എന്നൊരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തണം. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ആദ്യം ക്ലാരിറ്റി കൊണ്ടുവരണം.
ആ ഒരു ക്ലാരിറ്റി ആയിരിക്കണം നിങ്ങളുടെ ബന്ധത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലൂടെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവരുടെ എനർജിയിൽ കാണുന്നുണ്ട്. കാരണം അതിപ്പോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലേക്ക് ആയി പോകും. എന്ന് വെച്ചാൽ സെപ്പറേറ്റഡ് ആയി പോകും. ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു പക്ഷേ അതിൻ്റെതായ ഒരു വക്കിലാണ് നിൽക്കുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു തോട്ട്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഇതുവരെ ഇവരൊരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലല്ലോ, അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ എന്തും ഈ രീതിക്ക് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ കാര്യമില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ള രീതിക്ക് ഇവർ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത്. അല്ലെങ്കിൽ വളരെ പാഷനേറ്റോട് കൂടി വളരെ ഊർജ്ജസ്വലതയോട് കൂടി നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത്. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന സമയമാണ്. എന്നാൽ ഇപ്പൊ ഇവരുടെ മനസ്സ് പറയുന്നുണ്ട് ആ ഒരു വിട്ടു നിൽക്കുന്ന എനർജീനെ വീണ്ടെടുത്ത് മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഇതിനെ കൊണ്ടുപോകണം. ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ പതുക്കെ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചിലവരുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് കോൺഫിഡൻസ് ഒക്കെ കുറവായിരിക്കും, അല്ലെങ്കിൽ എന്ത് കാര്യവും ഏറ്റെടുത്ത് മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു മടിയോ കാര്യങ്ങളോ ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ അവരുടെ ഈഗോ കൊണ്ടും ആകാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഫിയർ, ഭയം, എല്ലാത്തിനോടും ഭയപ്പാടോട് കൂടി സമീപിക്കുന്ന വ്യക്തികളും ആകാം. എന്നാൽ ഈ രണ്ട് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ആ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നഷ്ടപ്പെട്ടു പോകും എന്നൊരു ചിന്ത അവരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് അത് അവർക്കൊരു കോൺഫിഡൻസ് ആയിട്ട് മാറുകയാണ്. എന്ത് ചെയ്തിട്ടും വിജയിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം പ്രതീക്ഷയാണ് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് നൽകുന്നത്. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇവിടെ സ്റ്റാർ എനർജിയാണ്. അവർക്ക് എവിടെയോ ഒരു വിശ്വാസമുണ്ട് ഇതിൽ വിജയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്നവരായതുകൊണ്ടാണ് തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ തടസ്സങ്ങളിൽ ഒന്നാണ് ജെന്യുവിൻ ആയിട്ടുള്ള സാഹചര്യമുള്ള വ്യക്തികൾ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ തടസ്സമാണല്ലോ, ജെന്യുവിൻ മാത്രമല്ല അല്ലാത്ത രീതിയാണെന്നുണ്ടെങ്കിലും. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ഇന്റൻഷനിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. ഈ ഒരു സ്പ്രെഡിലേക്ക് നമുക്ക് നോക്കി അറിയാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ വേണം. കാരണം അതുകൊണ്ടാണ് അവർക്ക് അത്രയും, അവർക്ക് ചുറ്റിനും എന്തൊക്കെ സിറ്റുവേഷൻസ് സന്തോഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ നമുക്ക് കാണാം ഇവരുടെ മുമ്പിൽ സ്നേഹം പല രീതിയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഓർമ്മകളിലെല്ലാം നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹമാണ്. ആ ഒരു നൊസ്റ്റാൾജിയയിലേക്കാണ് അവർ പോയിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നല്ലോ അവരുടെ കൂടെ ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. അതിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതല്ല, ഇവർ തിരിച്ചറിഞ്ഞിട്ടൊക്കെ ഉണ്ട് നിങ്ങളുടെ സ്നേഹം ജെന്യുവിൻ ആണെന്നുള്ളതൊക്കെ ഇവർക്ക് അറിയാം. പക്ഷെ അവരത് കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അതിൽ കുറ്റബോധം തോന്നിയിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് വന്നു പോയി നിൽക്കുന്നത്. എന്നാൽ ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു കോൺഫിഡൻസ് വന്നിട്ട് ഇതിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഓവർകം ചെയ്യണം. നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് ചെയ്യാനായിട്ട്. ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രകാശം നിങ്ങളുടെ ബന്ധത്തിലേക്ക് കൊണ്ടുവരിക, ഹാപ്പിനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഓരോ മൊമെന്റിലും അവരുടെ ചിന്തകളിൽ ഇപ്പൊ ആ ഒരു കാര്യമാണ്, ഏത് രീതിയിൽ വേണം എന്നുള്ളൊരു തോട്ട്. ഇവിടെ ഹോപ്പ് ആണെന്നുണ്ടെങ്കിലും ഇവർ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി, എന്ന് വെച്ചാൽ ഇന്നത്തെ കാര്യം മാത്രമല്ല നാളത്തേക്കും എങ്ങനെ ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ഇപ്പൊ സ്ട്രെങ്ത് നിലനിർത്താൻ വേണ്ടി എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അത് വീണ്ടും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു തടസ്സമായിട്ട് വരാതിരിക്കാൻ എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് തേർഡ് സിറ്റുവേഷൻ ഒക്കെ വിട്ട് വരണം എന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികൾ മാത്രമല്ല കേട്ടോ, വ്യക്തികളുള്ളവർ ആ ഒരു രീതിയിൽ എടുക്കുക. അപ്പൊ എന്ത് സാഹചര്യം ആയിക്കൊള്ളട്ടെ അവർക്ക് അതിനെ ഇനി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടത്താനായിട്ട് ആഗ്രഹമില്ല. അതുപോലെ നിങ്ങളുടെ ട്രസ്റ്റ്, ആ ഒരു വിശ്വാസം വീണ്ടെടുക്കാനുള്ള മനോഭാവത്തിലാണ് അവർ നിൽക്കുന്നത്. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിക്കും ഒരു പ്രകാശമായിട്ട് കടന്നു വരണം. അവർ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റ്യൂഷൻ അവരോട് പറയുന്ന കാര്യം, അവരിപ്പോൾ ചിന്തിക്കുന്ന രീതികളാണ് യഥാർത്ഥമായ കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലൂടെ തന്നെയാണ് അവരിപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു സാഡ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലോസ് എന്ന് പറയുന്നത് ഒട്ടും താങ്ങാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല. അതിപ്പോ ഈ ഒരു സമയത്താണ് നിങ്ങളുടെ വ്യക്തിയിൽ മനസ്സിലാക്കൽ വന്നിരിക്കുന്നത്. ഒരു സമയം ഭയങ്കര ഒരു ആങ്കർ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ കാണിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഭയങ്കര ദേഷ്യം കാണിക്കുക, നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഇവരുടെ ലൈഫിലേക്ക് കടക്കുന്ന രീതിക്കാണെങ്കിൽ പോലും ബൗണ്ടറീസ് വെക്കുക.
ഒരു ലിമിറ്റിൽ കൂടുതൽ ഇവരുടേതായ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇവർക്ക് ഇടപെടാം, പക്ഷെ ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ലിമിറ്റിൽ കൂടുതൽ ഇടപെടാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ അതിലൊക്കെ ഒരു കുറ്റബോധം ഉണ്ട്. ആ ഒരു ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുക, അതിനെയെല്ലാം റിലീസ് ചെയ്യുക. കാരണം ഇതിലൊരു പ്രോഗ്രസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനൊക്കെ ഒരു അഡിക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധം മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മനസ്സിലാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു സ്പേസ് നൽകണം. അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അവർ അവരുടേതായ സെൽഫിലേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങളിലേക്ക് മാത്രമല്ല ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്കും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ നിലനിർത്തി ആ ഒരു ലവിന് അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിന് ഒരു ടൈ ചെയ്ത് അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് ബന്ധിപ്പിച്ചതിന് ശേഷം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഈ ഒരു ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു abundance നിലനിർത്തുക. നിങ്ങൾക്ക് ഇതുവരെ തരാതിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്തു തരാതിരുന്ന കാര്യങ്ങളെല്ലാം ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ചെയ്തു തരണം. ഒരു ഗിൽറ്റ് ഫീൽ ഒക്കെ ഇവിടെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്, ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ഫ്രീഡം ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവർ കുറച്ചൊരു ലോൺലിനെസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇവർക്ക് വീണ്ടും ആ ഒരു കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഇന്റൻഷൻ ഈ രീതിയിലേക്ക് തോട്ട് പോയിരിക്കുന്നത്. അവരെ തന്നെ അവരിങ്ങനെ എക്സാമിൻ ചെയ്യാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അവരുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് നിങ്ങളായിട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് അവർ കാണുന്നത്. ഓക്കെ, അപ്പൊ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരുടെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങൾ കടന്നു വരണം എന്നുള്ളത്. നിങ്ങളുടെ ഒരു സമയത്ത് നിങ്ങളുടേതായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹമായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഇവരുടെ ആവശ്യമാണ്. ഓക്കെ, അതായത് നീതിപൂർവ്വം നിലനിർത്തുക എന്നുള്ളതും ലൈഫിൽ മുന്നോട്ടേക്ക് ഒരു ഹാപ്പിനെസ് നിലനിർത്തുക എന്നുള്ളതും ഒക്കെ നിങ്ങളുടെ പേഴ്സന്റെ ആവശ്യങ്ങളും കൂടെ ആയിട്ട് മാറിയിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലുള്ള ട്രൂ ഇന്റൻഷൻ, യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നോക്കുവാണെങ്കിൽ കിട്ടുന്നത്. ഇപ്പൊ വിവാഹത്തിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിവാഹത്തിന്റെ കാര്യത്തിലേക്ക് ഇവര് യെസ് പറയുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മനോഭാവത്തിലാണ് നിൽക്കുന്നത്. 4 of Wands എന്ന് പറയുമ്പോൾ ഇതൊരു മാരേജ് കാർഡ് കൂടിയാണ്, കമ്മിറ്റ്മെന്റ് കാർഡാണ്. എന്തായാലും നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇന്റൻഷനിൽ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ട്രോങ് കമ്മിറ്റ്മെന്റ് നൽകി ലോങ് ടേം ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതി തന്നെയാണ്. അതും ഒരു പുതിയ തുടക്കത്തോടു കൂടി കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പൊ നമുക്ക് റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ്, UAE വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. P എന്നൊരു ലെറ്റർ, A എന്നൊരു ലെറ്റർ, സ്കോർപിയസ്, R എന്നൊരു ലെറ്റർ, പൂരം എന്നൊരു സ്റ്റാർ, R again വന്നിട്ടുണ്ട്. 38, ഏരീസ്, 44, 25, P again, 1968, K എന്നൊരു ലെറ്റർ, U എന്നൊരു ലെറ്റർ, ലിബ്ര, പൈസസ്, മെയ് മന്ത്, ബാംഗ്ലൂർ, എറണാകുളം, V എന്നൊരു ലെറ്റർ, A again വന്നിട്ടുണ്ട്. 44 again, ഓഗസ്റ്റ് മന്ത്, നവംബർ, 36,
ഭരണി, കാലിക്കറ്റ്, ഉത്രം എന്നൊരു സ്റ്റാർ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 28 എന്നൊരു നമ്പർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എനർജീനെ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.